പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, നമ്മൾ നിത്യജീവൻ്റെ ശുശ്രൂഷകളിലേക്ക് കടന്നു വരുമ്പോൾ യേശു ക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവിനെക്കുറിച്ചും അന്ത്യകാല പ്രത്യേകതകളെക്കുറിച്ചുമാണ് ചിന്തിക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കേട്ട ഒരു കാര്യം, ആമുഖമായിട്ട് ചില കാര്യങ്ങൾ നമ്മൾ ചിന്തിച്ചു. ഈ കാലഘട്ടങ്ങളിൽ കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിനെക്കുറിച്ചൊക്കെ പറയുമ്പോൾ ഒരു കളിയാക്കലുകളും പുച്ഛ സ്വഭാവമൊക്കെ ഉള്ളതിൻ്റെ കാരണം എന്താണ്? ചിലർ അതിനെക്കുറിച്ച് പറയുന്ന ചില കാര്യങ്ങൾ, ആരാണ് അങ്ങനെയൊക്കെ പറയുന്നത് എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുകയുണ്ടായി. അതിനകത്ത് നമ്മൾ ഇനി വരാൻ പോകുന്ന വിഷയങ്ങളെക്കുറിച്ചും മറ്റു ചില കാര്യങ്ങളും ധ്യാനിച്ചു. ദയവായിട്ട് നിങ്ങൾ ബത്ലഹേം TV-യുടെ പ്രേക്ഷകരെല്ലാവരും തന്നെ ആദ്യത്തെ എപ്പിസോഡുകളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്ന നല്ലതാണ്. കാരണം നമ്മളൊരു പരമ്പരയായിട്ടിത് പോകുമ്പോൾ കഴിഞ്ഞ ആഴ്ചയിൽ എടുത്തതിൻ്റെ തുടർച്ചയായിട്ടാണ് നമ്മൾ കടന്നു പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് ആദ്യത്തെ സന്ദേശങ്ങൾ കൂടി ഒന്ന് കേൾക്കുന്നത് ഏറ്റവും നല്ലതാണ്. എങ്കിൽ മാത്രമേ നമുക്ക് അതിൻ്റെ പൂർണ്ണ രൂപത്തിൽ നമുക്കത് മനസ്സിലാക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത്, പലരും ചോദിക്കുന്ന അല്ലെങ്കിൽ പറയുന്ന ഒരു കാര്യമാണ്, പിതാവിന് അറിയാം എന്നാൽ പുത്രൻ അറിയാത്ത കാര്യം എങ്ങനെയാണ് നിങ്ങൾക്കറിയാനായിട്ട് പറ്റിയത് എന്ന് വെച്ചാൽ, രണ്ടാമത്തെ വരവിനെക്കുറിച്ച് പുത്രനോ മാലാഖമാർക്കോ ഒന്നും അറിയത്തില്ല എന്ന് ബൈബിളിലുണ്ടല്ലോ. ചിലപ്പോൾ ഇത് എവിടെ കിടക്കുന്നൊക്കെ ചോദിച്ചാൽ ചിലർ പറയും അതറിയത്തില്ല. ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. പലപ്പോഴും നമുക്ക് പറ്റുന്നൊരു കാര്യമാണ്, പല കാര്യങ്ങളും പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ മേഖലയെക്കുറിച്ച് നമ്മളൊന്ന് ചിന്തിക്കുകയാണ്. മത്തായി സുവിശേഷത്തിൽ 24-ാം അധ്യായത്തിൻ്റെ 36-ാം തിരുവചനം. വചനം ഇതാണ്: ആ ദിവസത്തെക്കുറിച്ചോ മണിക്കൂറിനെക്കുറിച്ചോ പിതാവിനല്ലാതെ മറ്റാർക്കും, സ്വർഗത്തിലെ ദൂതന്മാർക്കോ പുത്രന് പോലുമോ അറിഞ്ഞുകൂടാ. വചനത്തിൽ യാതൊരു വ്യത്യാസവുമില്ല. ആ ദിവസത്തെക്കുറിച്ചോ മണിക്കൂറിനെക്കുറിച്ചോ പിതാവിനല്ലാതെ മറ്റാർക്കും, അപ്പോൾ പിതാവിന് മാത്രമേ അറിയത്തുള്ളൂ, വേറെ ആർക്കും അറിയത്തില്ല. സ്വർഗത്തിലെ ദൂതന്മാർക്ക് അറിയത്തില്ല, പുത്രന് പോലുമോ അറിഞ്ഞുകൂടാ. അതിനാൽ നിങ്ങളും തയ്യാറായിരിക്കണം. നിങ്ങൾ പ്രതീക്ഷിക്കാത്ത മണിക്കൂറിലായിരിക്കും മനുഷ്യപുത്രൻ വരുന്നത്. പ്രതീക്ഷിക്കാത്ത ദിവസത്തിലും 50-ാം തിരുവചനം, അറിയാത്ത മണിക്കൂറിലും യജമാനൻ വന്ന് അവനെ ശിക്ഷിക്കുകയും കപടനാട്യക്കാരുടെ കൂട്ടത്തിൽ തള്ളുകയും ചെയ്യും. അപ്പോൾ ഈശോ മണിക്കൂറോ അല്ലെങ്കിൽ സമയമോ ഒന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ പിതാവിന് അറിയുകയും ചെയ്യാം. പിതാവും അത് പറഞ്ഞിട്ടില്ല, പുത്രനും അത് പറഞ്ഞിട്ടില്ല. അപ്പോൾ പിതാവ് പറയുകയാണ്, പിതാവിന് അറിയാം എന്ന് പറയുന്നു. അത് ഈശോ തന്നെയാണിത് പറഞ്ഞു വച്ചേക്കുന്നത്. അതാണ് ഏറ്റവും രസകരമായ കാര്യം. ഈശോ തന്നെ പറയുകയാണ്, പിതാവിനെ അറിയത്തുള്ളൂ, പുത്രനായി എനിക്കറിയത്തില്ല, മാലാഖമാർക്കറിയത്തില്ല, മറ്റാർക്കും അറിയത്തില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് ചില വചനഭാഗങ്ങളുള്ള കടന്നു പോകുമ്പോൾ ചിന്തിക്കും, ഒരു വിരുദ്ധമായ കാര്യം പോലെ ചിന്തിക്കും. കാരണം പിതാവിന് അറിയാവുന്ന എല്ലാം പുത്രൻ അറിയാവുന്നതാണല്ലോ എഴുതി വച്ചിരിക്കുന്നത്. പിന്നെ എന്തുകൊണ്ടാണ് പുത്രൻ അറിയാത്തത്? ശരിയാണ്. യോഹന്നാൻ സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, 10-ാം അധ്യായം 30-ാം തിരുവചനം, ഞാനും പിതാവും ഒന്നാണ്. ഞാനും പിതാവും ഒന്നാണ്. അപ്പോൾ ഒന്നാണെങ്കിൽ അറിയാൻ പറ്റുമായിരിക്കും. ഈശോ ഉദ്ദേശിച്ച ഒരു കാര്യം നമ്മൾ വായിച്ചു വരുമ്പോൾ കാണാൻ പറ്റുന്ന ഇതാണ്: ഇത് നിങ്ങൾ അറിയേണ്ട ആവശ്യമുള്ളതല്ല. കാരണം നിങ്ങൾ ഒരുങ്ങിയിരിക്കുക. അപ്പോൾ എന്നു മുതൽ ഒരുങ്ങണം എന്ന് വെച്ചാൽ, ക്രിസ്തുവിനെ ഒരാൾ അറിഞ്ഞ നിമിഷം മുതൽ അവരുടെ ജീവിതത്തിൽ ഈ ഒരുക്കം ആരംഭിക്കണം. അതാണ് അതിൻ്റെ പ്രത്യേകത. കാരണം യേശു ക്രിസ്തു ആരാണെന്ന് അറിയാതെ ക്രിസ്തുവിന് രണ്ടാം വരവിന് വേണ്ടി ഒരുങ്ങാൻ പറ്റില്ല. ഇന്ന് പലപ്പോഴും നമ്മൾ രണ്ടാം വരവിനെക്കുറിച്ച് കാണുന്നിടത്തൊക്കെ വരുന്ന ചില തെറ്റിദ്ധാരണകൾ അല്ലെങ്കിൽ ചില പ്രശ്നങ്ങൾ സംഭവിക്കുന്ന ഇവിടെയാണ്. യേശു ക്രിസ്തു ആരാണെന്ന് പലർക്കും അറിയത്തില്ല. ക്രിസ്തുവിനെക്കുറിച്ച് വ്യക്തമായ അറിവില്ല പലർക്കും. ഇപ്പം മറ്റുള്ളവർ ചിന്തിക്കുന്ന പോലെ ചിലരൊക്കെ ചിന്തിക്കുന്നത് ഇങ്ങനെയാണ്: ഒരു അത്ഭുത പ്രവർത്തകനാണ് അന്തോനീസ് പുണ്യാളൻ, ഒരു അത്ഭുത പ്രവർത്തകനാണ്, യേശു ഒരു അത്ഭുത പ്രവർത്തകനാണ്. അതുകൊണ്ട് മറ്റേ നൊവേന സ്ഥലങ്ങളിൽ അത്ഭുതം പ്രവർത്തിക്കുന്നു, യേശു ക്രിസ്തു ആകട്ടെ ധ്യാന കേന്ദ്രത്തിൽ അത്ഭുതം പ്രവർത്തിക്കുന്നു. രോഗം മാറ്റുന്നു, കടബാധ മാറ്റുന്നു, കഷ്ടപ്പാട് മാറ്റുന്നു, മറ്റുള്ള കാര്യങ്ങൾ. എന്നാൽ എനിക്കൊരു നിത്യജീവൻ തരുന്നവനാണ്, നിത്യതയ്ക്ക് വേണ്ടി എന്നെ വിളിച്ചവനാണ്, എൻ്റെ ജീവിതം ഇവിടം കൊണ്ട് തീരുന്നതല്ല എന്നുള്ളതൊന്നും പലപ്പോഴും ചിന്തിക്കാനായിട്ട് ആർക്കും സാധിക്കുന്നില്ല എന്നുള്ളതാണ്. കാരണം യേശു ക്രിസ്തുവുമായിട്ടുള്ള പലരുടെയും ബന്ധം ശരീരത്തിൽ തന്നെ ഒതുക്കി അങ്ങ് തീർക്കുകയാണ്, അല്ലെങ്കിൽ മനസ്സിൻ്റെ തലങ്ങൾ ഒതുക്കി തീർക്കുന്നു. എന്നാൽ
ഒരു ആത്മാവിൻ്റെ മേഖലയെക്കുറിച്ചോ ആത്മാവിൻ്റെ രക്ഷയെക്കുറിച്ചോ ചിന്തിക്കുന്നില്ല. അപ്പോൾ ഒരു വ്യക്തി ദൈവവചനം കേൾക്കുമ്പോൾ, ക്രിസ്തുവിനെ അറിയുമ്പോൾ തന്നെ ആ വ്യക്തിക്ക് കിട്ടുന്ന ഏറ്റവും വലിയൊരു അനുഗ്രഹം എന്ന് പറയുന്നത്, ഒരു ഭാഗ്യം എന്ന് പറയുന്നത്, രണ്ടാമത്തെ വരവിന് വേണ്ടി ആ വ്യക്തിയുടെ ഉള്ള് ദാഹിച്ചു തുടങ്ങും എന്നുള്ളതാണ്. നമ്മൾ ഇനിയുള്ള സന്ദേശങ്ങൾ അത് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് ചിന്തിക്കും. അപ്പോൾ ഇവിടെ പറയുകയാണ്, പ്രതീക്ഷിക്കാത്തൊരു മണിക്കൂർ ഒരു ദിവസത്തിൽ വരും. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് ഉപമകൾ ഈശോ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മളൊരു കാര്യം മനസ്സിലാക്കുക, ആരും പ്രതീക്ഷിക്കുന്ന ഒരു മണിക്കൂറിലല്ല, ആരും പ്രതീക്ഷിക്കുന്ന ഒരു ദിവസത്തിലല്ല വരുന്നത്. അങ്ങനെയെങ്കിൽ ചിലർ പറയും, എനിക്കൊരു ഡേറ്റ് അറിയാം, ഒരു വർഷം അറിയാം, ഇന്ന സമയം അറിയാം. നമുക്ക് ഏകദേശമൊക്കെ ചിലത് കണ്ടുപിടിക്കാൻ പറ്റും. അതെങ്ങനെയാണെന്ന് വെച്ചാൽ, ഈശോ പറഞ്ഞ എല്ലാ അടയാളങ്ങളും വെച്ച് നോക്കുമ്പോൾ അവൻ അടുത്തെത്തിയിരിക്കുന്നു എന്നുള്ളതിൻ്റെ സൂചനകളെല്ലാം തന്നെ ഏകദേശമായി കഴിഞ്ഞു. ഏതാണ്ട് 99% സൂചനകളും കർത്താവ് വരാനുള്ള സൂചനകൾ പറഞ്ഞു വച്ചിരിക്കുന്ന സൂചന അനുസരിച്ചായിക്കഴിഞ്ഞു. സൂചനകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് പിന്നെ ചിന്തിക്കാം. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ആയിക്കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി നമ്മളിപ്പോൾ ജീവിച്ചിരിക്കുന്നവർക്ക് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, കർത്താവ് പറഞ്ഞ പല കാര്യങ്ങളും ഈശോ ജീവിച്ചിരുന്ന സമയത്തോ അപ്പസ്തോലന്മാരുടെ കാലഘട്ടങ്ങളിലോ അല്ലെങ്കിൽ ഒരു 100 വർഷം മുമ്പോ ഇത്രയും അധികമായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ ഈ കാലഘട്ടത്തിൻ്റെ ഒരു പ്രത്യേകത, ഞാൻ 2 വാക്ക് അതിനു വേണ്ടി ഉപയോഗിക്കാം, ബൈബിളിലെ 2 വാക്ക്. നോഹയുടെ കാലഘട്ടം പോലെ, ലോത്തിൻ്റെ കാലഘട്ടം പോലെ 2 കാലഘട്ടം അവിടെ പറയുന്നുണ്ട്. നോഹയുടെ നാള് അല്ലെങ്കിൽ ലോത്തിൻ്റെ നാള് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അത് നമ്മൾ വിശദമായിട്ട് പഠിക്കുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും, ഏതാണ്ട് അടുത്ത് എത്തിയിട്ടുണ്ട് എന്നുള്ളത് അറിയാൻ പറ്റും. എന്നാൽ ദിവസമോ മണിക്കൂറോ നമുക്കറിയില്ല. അപ്പം നമ്മളെന്ത് ചെയ്യണം? നമ്മൾ ഈശോ പറഞ്ഞതുപോലെ തന്നെ ഏത് സമയത്തും ജാഗരൂകരായിരിക്കണം എന്ന് എഴുതി വെച്ചേക്കുന്നത്, ഒരുങ്ങിയിരിക്കണം. മത്തായി സുവിശേഷം 25:13, 25-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്ന ഒരു കാര്യം ഇങ്ങനെയാണ്, അതുകൊണ്ട് ജാഗരൂകരായിരിക്കുവിൻ, ആ ദിവസമോ മണിക്കൂറോ നിങ്ങൾ അറിയുന്നില്ല. 25-ാം അധ്യായത്തിലാണ് അന്ത്യവിധിയെക്കുറിച്ചുള്ളത്. താലന്തിന് ഉപമയുണ്ട്, 10 കന്യകമാരെ കുറിച്ചൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം 2-ാം വരവുമായിട്ട് വളരെ ബന്ധപ്പെട്ടൊരു കാര്യമാണ്. പല കാര്യങ്ങളും നമ്മൾ നമ്മുടേതായ ആവശ്യാനുസരണം വ്യാഖ്യാനിച്ചു പോയത് കൊണ്ട്, അതിൻ്റെ പല ആഴങ്ങളും മനസ്സിലാക്കാത്തത് കൊണ്ട് ചില അബദ്ധങ്ങളിലും ചില തെറ്റായ മേഖലകളിലും പോയി പെട്ടുപോയ മനുഷ്യരുണ്ട്. തീർച്ചയായിട്ടും അങ്ങനെ കിടക്കുന്നവരെ നമ്മൾക്ക് പിടിച്ചെഴുന്നേൽപ്പിക്കണം, അവരെ സത്യത്തിലേക്ക് കൊണ്ടുവരണം. ആ സത്യം വഴി നമുക്ക് രക്ഷയുടെ അനുഭവത്തിലേക്ക് പൂർണ്ണതയിൽ കടന്ന് പ്രവേശിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ കഴിഞ്ഞ കാലഘട്ടങ്ങളെക്കുറിച്ച് ചിന്തിച്ച് ദുഃഖിക്കാനല്ല, പിന്നെയോ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ചിന്തിക്കേണ്ട ആവശ്യങ്ങളുണ്ട്. അത് ദൈവം അകന്നുപോയ കാലഘട്ടങ്ങളെ ഓർത്ത് അനുദപിക്കാനും ഇനിയുള്ള സമയങ്ങളും ജീവിതവും കർത്താവിന് വേണ്ടി കൊടുക്കുവാനും നമ്മൾ തീരുമാനമെടുക്കണം. അപ്പോൾ മാർക്കോസ് സുവിശേഷം 13:32 പറയുകയാണ്, സദാ ജാഗരൂകരായിരിക്കും. അപ്പോൾ വാക്കിൻ്റെ ഇങ്ങനെയാണ്, എപ്പോഴും നിങ്ങൾ ജാഗരൂകരായിരിക്കണം, സദാ. നമുക്കറിയാം, ഒരു സൈന്യം, ഒരു പട്ടാളക്കാരൻ, ആ പട്ടാളക്കാരനെ സംബന്ധിച്ചിടത്തോളം ആ പട്ടാളക്കാരൻ റെസ്റ്റ് എടുക്കുമ്പോഴും അവിടെ പട്ടാളത്തിൽ ചേർന്ന ആ നിമിഷം മുതൽ ഏത് സമയത്തും ആ വ്യക്തിക്ക് ഒരു കോള് വരാം, ഇന്ന സ്ഥലത്തേക്ക് പോകണം, യുദ്ധമുഖത്തേക്ക് പോകണം, ഇന്ന കാര്യം ചെയ്യണം. അവരത് മുന്നിൽ കണ്ടുകൊണ്ടാണ് ട്രെയിനിങ് ഉള്ളതും ജീവിച്ചുകൊണ്ടിരിക്കുന്നതും. ഇനി അവർ ലീവൊക്കെ എടുത്ത് വീട്ടിൽ വന്നാൽ പോലും എന്താ സംഭവിക്കുക? വീട്ടിൽ വന്നാലും രാജ്യം ഏതെങ്കിലും ഒരു പ്രതിസന്ധി ഘട്ടത്തിലാണെങ്കിൽ പെട്ടെന്ന് ഇവരെ തിരിച്ചു വിളിക്കും. അപ്പോൾ ഈ വ്യക്തി പറയുകയാണ്, ഞാൻ എൻ്റെ ഭാര്യയുടെ കൂടെ മക്കളുടെ കൂടെ ഞാൻ ലീവ് എടുത്ത് വന്നതാണ്, എനിക്ക് ലീവ് എല്ലാം എഴുതി തന്നിട്ടുണ്ട്. അത് പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം അവർ അതിൽ പ്രവേശിക്കുമ്പോൾ തന്നെ, ആ ഒരു സൈന്യത്തിലേക്ക് പ്രവേശിച്ചപ്പോൾ തന്നെ, സൈന്യത്തിന് അംഗമായപ്പോൾ തന്നെ ആ വ്യക്തി എഴുതി കൊടുത്തിരിക്കുന്നൊരു കാര്യമാണ്, ഇന്ത്യ രാജ്യത്തിൻ്റെ ഒരു സൈനികനാണെങ്കിൽ ഇന്ത്യ രാജ്യത്തിന് വേണ്ടി ഞാൻ എൻ്റെ ജീവിതത്തിൻ്റെ പൂർണ്ണമായും സമർപ്പിക്കാൻ ഞാൻ തയ്യാറാണ്, ഏത് സമയത്തും ഞാൻ അതിനു വേണ്ടി സന്നദ്ധനാണെന്ന് അവർ പറഞ്ഞിരിക്കുന്നൊരു കാര്യമാണ്. അപ്പോൾ കർത്താവ് പറയുകയാണ്, ഒരു ക്രിസ്ത്യാനിയാണെങ്കിൽ, ഒരു ക്രിസ്തുവിനെ അനുഗമിക്കുന്ന വ്യക്തിയാണെങ്കിൽ സദാസമയവും നിങ്ങൾ ജാഗരൂകരായിരിക്കണം. ഒരു പ്രത്യേക സമയത്തല്ല. നമുക്കറിയാം, നമ്മൾ പ്രാർത്ഥിക്കുന്ന തന്നെ ഒരു പ്രത്യേക സമയത്താണ്. ദൈവവചനം കേൾക്കാൻ വേണ്ടി ചിലപ്പോൾ ഒരു വർഷത്തിലൊരു 5 ദിവസം ചിലവഴിക്കുന്നു, അല്ലെങ്കിൽ ആത്മീയ കാര്യത്തിന് വേണ്ടി ഒരു പ്രത്യേക സമയമുണ്ട്. പക്ഷേ ഒരു യഥാർത്ഥ ക്രിസ്ത്യാനി എന്ത് ചെയ്യണം? സദാസമയവും കർത്താവിൻ്റെ വരവ് പ്രതീക്ഷിച്ചും കൊണ്ടിരിക്കുന്ന വ്യക്തിയായിരിക്കണം. അങ്ങനെ ജീവിക്കുന്ന ഒരു മനുഷ്യനായിരിക്കണം.
അപ്പോൾ സദാ ജാഗരൂകരായിരിക്കണം. എന്നിട്ട് പറയുകയാണ്, എന്നാൽ ആ ദിവസത്തെക്കുറിച്ചോ ആ മണിക്കൂറിനെക്കുറിച്ചോ പിതാവിനല്ലാതെ മറ്റാർക്കും സ്വർഗത്തിലെ ദൂതന്മാർക്കോ പുത്രന് പോലുമോ അറിഞ്ഞുകൂടാ. ശ്രദ്ധാപൂർവം ഉണർന്നിരിക്കുവിൻ, സമയം എപ്പോഴാണെന്ന് നിങ്ങൾക്ക് അറിവില്ലല്ലോ. അപ്പം സമയം അറിയാത്തത് കൊണ്ട് നിങ്ങൾ ഇതിനെക്കുറിച്ച് പറയേണ്ടെന്നല്ല അതിൻ്റെ അർത്ഥം. പുത്രൻ ഈ സമയം അറിയത്തില്ല, മാലാഖമാർക്ക് അറിയത്തില്ല, പിന്നെന്തിനാ നിങ്ങൾ ഇതിനെക്കുറിച്ച് പറയുന്നത്? ബൈബിൾ പറയുകയും വചനം പറയുകയാണ്, കർത്താവ് പറയുകയാണ്, സദാസമയവും ഇതിനെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ സമയം എപ്പോഴാ? ദിവസം എപ്പോഴാ? ഏത് ദിവസവും വരാം, ഏത് സമയത്തും വരാം, ഏത് നിമിഷത്തിലും വരാം, ഏത് മണിക്കൂറിലും വരാം. അതാ എൻ്റെ പ്രത്യേകത. ഇനി ഇത് പ്രതീക്ഷിച്ചിരുന്ന പലരും മരിച്ചു പോയിട്ടുണ്ട്. പക്ഷേ അവർക്ക് ഒരിക്കലും നിത്യത നഷ്ടപ്പെട്ടിട്ടില്ല. അവർക്കൊരിക്കലും സ്വർഗമോ നിത്യതയോ നഷ്ടപ്പെട്ടിട്ടില്ല. കാര്യം എന്താ? അവർ ഒരുങ്ങിയിരുന്നു. കാരണം കർത്താവിന് വേണ്ടി ശരിയായ രീതിയിൽ ഇനി കാത്തിരിക്കുന്ന മേഖലയൊക്കെ ഉണ്ട്. കാത്തിരിക്കുന്നവർക്ക് അവിടെ ചെല്ലാനായിട്ട് കർത്താവ് പറഞ്ഞു വെച്ചിരിക്കുന്ന രീതിയുണ്ട്. എപ്രകാരമുള്ളവരാണ്, എങ്ങനെയുള്ളവരാണ് ഇവിടുന്ന് കൂട്ടിക്കൊണ്ടുപോകാമെന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ആ രീതിയിൽ ഇവിടെ ഒരുങ്ങി അതിനുവേണ്ടി പോകുന്ന അല്ലെങ്കിൽ പോകാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന, അതിനുവേണ്ടി ഒരുക്കപ്പെട്ടിരിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അത് ആ വ്യക്തി മരിച്ചു പോയാലും കുഴപ്പമില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വ്യക്തി ഒരുങ്ങി പോകാനിരുന്ന സ്ഥലവും ഇപ്പോൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നവർ പോകാനുള്ള സ്ഥലവും ഒന്ന് തന്നെയാണെന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ഇതിനകത്ത് യാതൊരു ബുദ്ധിമുട്ടുമില്ല. ഇനി വേറെ കാര്യം ചിലർ ചിന്തിക്കും, അങ്ങനെയാണ് ഈ സമയം ഒന്ന് നേരത്തെ അറിഞ്ഞായിരുന്നെങ്കിൽ ഞാനൊന്ന് സമയം നോക്കി ഒരുങ്ങി. അത് കർത്താവിനറിയാം. നമ്മളെല്ലാം ഉഴപ്പുകാരാണെന്ന് കർത്താവിനറിയാം. ഇപ്പോൾ ഒരു ഉദാഹരണമാണ്, ആ ഡേറ്റ് ഒന്നും ആരും എടുത്തേക്കരുത്. ഡിസംബർ മാസം 31 രാത്രി 11:55 കർത്താവ് വരും എന്ന് പറഞ്ഞെന്ന് വിചാരിക്കുക. 2025 തന്നെ വരാൻ പോയാന്ന് വിചാരിക്കുക. ഒരു സമയം പറഞ്ഞു. നമ്മൾ സാധാരണ, പ്രത്യേകിച്ച് ഞാൻ ഉൾപ്പെടുന്ന മലയാളികൾ, കേരളക്കാർ ചെയ്യുന്നൊരു കാര്യം, 2:50 വരെ പരമാവധി ഉഴപ്പിയിട്ട് 5 മിനിറ്റ് കൊണ്ട് വിശുദ്ധരാകാവുന്ന നോക്കുന്ന ഒരു സ്വഭാവം നമ്മുടെ ഉള്ളിൽ കിടപ്പുണ്ട്. ഇനി ഇല്ലെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. കാരണം ഞാൻ പലപ്പോഴുമൊക്കെ ഈ കറണ്ടിന് ബില്ലടയ്ക്കാൻ വേണ്ടി പോയിട്ടുള്ള സമയങ്ങളിൽ പലപ്പോഴും എനിക്കും പറ്റിയിട്ടുള്ളൊരു കാര്യമാണ്. അവസാന ദിവസം നോക്കിയിരിക്കും. അന്ന് ചെല്ലുമ്പോൾ ഭയങ്കര തിരക്കായിരിക്കും അവിടെ. എന്താ കാര്യം? ആ തിരക്കിൻ്റെ കാരണം എല്ലാവരും അങ്ങനെ ചിന്തിച്ചു, എല്ലാവരും അന്ന് വരും. അന്ന് അവിടെ കഷ്ടപ്പെട്ട് വെയിലും കൊണ്ട്, ചിലപ്പോൾ മഴയാണെങ്കിൽ മഴയും കൊണ്ട് ബുദ്ധിമുട്ടി. എന്നാൽ 10 ദിവസം സമയം അവർ നമുക്ക് തരും ബില്ല് തന്നിട്ട്. ഈ 10 ദിവസത്തിന് ഇടയ്ക്ക് വെച്ച് എപ്പോഴെങ്കിലും പോയി അത് ബില്ല് അടയ്ക്കാം. പക്ഷെ നമ്മളത് ചെയ്യില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ അവസാന സമയം നോക്കി നിൽക്കുന്നവരാണ് പലരും. ഇതാണ് ഈ ലോകത്തിൻ്റെ കാലഘട്ടത്തിൻ്റെ പ്രത്യേകം, നോഹയുടെ കാലഘട്ടത്തിൻ്റെ പ്രത്യേകതയിലും ഇങ്ങനെ ചില കാര്യങ്ങളുണ്ടായിരുന്നു. ഓക്കെ, നമുക്ക് അതിലേക്ക് വരാം. അപ്പോൾ അവിടെ പറയുകയാണ്, ഇങ്ങനെ ഒരു സംഭവമുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ശിഷ്യന്മാർ അവസാന നിമിഷം ഇത് ചോദിക്കുന്നുണ്ട്. കാരണം ഈശോ ഇവിടുന്ന് സ്വർഗാരോഹണം ചെയ്ത് പോകാൻ നേരത്തും അവർ ചോദിക്കുന്നൊരു ചോദ്യം ഇതാണ്. അപ്പോസ്തല പ്രവർത്തനം 1-ാം അധ്യായം 6-ാം തിരുവചനം. യേശുവിൻ്റെ സ്വർഗാരോഹണത്തെക്കുറിച്ച് പറയുമ്പോൾ 6-ാം തിരുവചനത്തിൽ പറയുകയാണ്, ഒരുമിച്ച് കൂടിയിരിക്കുമ്പോൾ അവർ അവനോട് ചോദിച്ചു, ശിഷ്യന്മാർ ചോദിച്ചു, അവിടുന്ന് ഇസ്രായേലിനെ രാജ്യം പുനഃസ്ഥാപിച്ച് നൽകുന്നത് ഇപ്പോഴാണോ? നമ്മൾ ചിന്തിക്കേണ്ട ഒരു ഭാഗമാണത്. യേശു രാജാവായിട്ട് ഭൂമിയിലേക്ക് വരും. രാജ്യം പുനഃസ്ഥാപിച്ച് നൽകുന്നത് ഇപ്പോഴാണോ? അവൻ പറഞ്ഞു, പിതാവ് സ്വന്തം അധികാരത്താൽ നിശ്ചയിച്ചുറപ്പിച്ചിട്ടുള്ള സമയമോ കാലമോ നിങ്ങൾ അറിയേണ്ട കാര്യമല്ല. പിതാവ് സ്വന്തം അധികാരത്താൽ നിശ്ചയിച്ചുറപ്പിച്ചിട്ടുള്ള സമയമോ കാലമോ നിങ്ങൾ അറിയേണ്ട കാര്യമല്ല. ഇനി 8-ാം തിരുവചനത്തിൽ വാക്ക് പറയുന്നുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു വാക്കാണ്. എല്ലാ വാക്കും പ്രധാനപ്പെട്ടതാണ്. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. ഇത് വെച്ച് നമ്മളിനി ബാക്കി നോക്കിയാൽ കൃത്യമായിട്ട് നമുക്ക് അത് മനസ്സിലാക്കാനായിട്ട് പറ്റും. അപ്പോൾ ഈശോ പറയുകയാണ്, അവൻ പറഞ്ഞു, പിതാവ് സ്വന്തം അധികാരത്താൽ നിശ്ചയിച്ചുറപ്പിച്ച സമയമോ കാലമോ നിങ്ങൾ അറിയേണ്ട കാര്യമല്ല. അപ്പോൾ അങ്ങനെയെങ്കിൽ എപ്പോഴായിരിക്കും എനിക്കിത് ഏതെങ്കിലും ഒരു സൂചന കിട്ടുമോ? കിട്ടും, അതിന് മാറ്റമില്ല. പക്ഷെ സൂചന നോക്കി ഉഴപ്പി ജീവിക്കുന്നവർക്ക് കിട്ടില്ല. പരിശുദ്ധാത്മാവ് നിറയുന്നൊരു വ്യക്തി, അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്ന ഒരു വ്യക്തി കർത്താവിൻ്റെ വചനപ്രകാരം നയിക്കപ്പെടുന്ന വ്യക്തിയാണല്ലോ. അങ്ങനെ വചനപ്രകാരം നയിക്കപ്പെടുന്ന ഒരു വ്യക്തിയാകുമ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ആ വ്യക്തി സദാ ഒരുക്കത്തിലായിരിക്കും. എങ്കിലും ഒരു സൂചന നമുക്ക് പരിശുദ്ധാത്മാവിൽ ലഭിക്കും. എന്താണ് സൂചന?
മകനെ മകളെ, നിനക്ക് കർത്താവ് നിന്നെ വന്ന് കൂട്ടിക്കൊണ്ടുപോകാനുള്ള സമയമായിട്ടുണ്ടെന്ന് സൂചന കിട്ടും. അതെങ്ങനെ കിട്ടും എന്നുള്ളത് ബൈബിൾ പറഞ്ഞിട്ടുണ്ട്. സൂചന കിട്ടുമെന്ന് എഴുതിയിട്ടില്ല, പക്ഷെ ചില കാര്യം ഈ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. യോഹന്നാൻ എഴുതിയ സുവിശേഷം 16-ാം അധ്യായത്തിൽ 12-ാം തിരുവചനത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്, ഇനിയും വളരെ കാര്യങ്ങൾ എനിക്ക് നിങ്ങളോട് പറയാനുണ്ട്. ഈശോ പറയുക, ഇനിയും വളരെ കാര്യങ്ങൾ എനിക്ക് നിങ്ങളോട് പറയാനുണ്ട്, എന്നാൽ അവ ഉൾക്കൊള്ളാൻ ഇപ്പോൾ നിങ്ങൾക്ക് കഴിവില്ല. എന്തുകൊണ്ടാണ് കഴിവില്ലാത്തത്? ഇപ്പോഴത്തെ അവസ്ഥയിൽ നിങ്ങൾക്ക് കഴിവില്ല. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങൾ വരുമ്പം നിങ്ങൾക്കത് ബോധ്യപ്പെടും. അപ്പോൾ അതുകൊണ്ട് പറയുകയാണ്, ഇപ്പോൾ നിങ്ങൾക്ക് കഴിവില്ല. 13-ാം തിരുവചനം, സത്യാത്മാവ് വരുമ്പോൾ, പരിശുദ്ധാത്മാവാണ് വരുമ്പോൾ നിങ്ങളെ സത്യത്തിൻ്റെ പൂർണ്ണതയിലേക്ക് നയിക്കും. അപ്പോൾ ഇതിൻ്റെ പൂർണ്ണതയിലേക്ക് നിങ്ങളെ നയിക്കും. വരേണ്ട സമയവും ദിവസവും എല്ലാം നിങ്ങളെ നയിക്കും. പക്ഷെ അത് പബ്ലിക്ക് പറയാനുള്ളതല്ല. അപ്പോൾ അതുകൊണ്ട് ആരെങ്കിലും പബ്ലിക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദൈവവചനത്തിന് വിരുദ്ധമായ കാര്യവുമായിട്ട് മാറും. കാര്യം ചിലപ്പോൾ നമ്മൾ സ്വാഭാവിക നിലയാണല്ലോ, ലോകത്തിൽ എല്ലായിടത്തും ഉള്ളൊരു പ്രശ്നം അതാണ്. നമുക്ക് എപ്പോഴും ഒരു ഞാൻ സ്വഭാവമുണ്ട്, നമുക്കൊരു മഹത്വത്തിൻ്റെ ഒരു മേഖലയുണ്ട്. നമ്മൾ എന്ത് ചെയ്യും? നമ്മളിങ്ങനെ ചിന്തിക്കും, എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്തേക്കാം. ഇതൊന്ന് പറഞ്ഞു കഴിയുമ്പോൾ ജിജ്ഞാസാപൂർവ്വം ആൾക്കാർ, ഇപ്പം ഞാനൊരു ടൈറ്റിൽ ഇതിൻ്റെ ഇടയ്ക്കൊരു സന്ദേശത്തിൽ ഇടുകയാണ്, ഇന്ന ദിവസം കർത്താവ് വരുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാരെല്ലാം കൂടെ അത് മാത്രം കേൾക്കാൻ വരും. കാര്യം എന്താ? അവർക്കൊരു ജിജ്ഞാസയാണ്. ഇന്ന സമയത്ത് കർത്താവ് വരും, ഇന്ന ഡേറ്റിൽ കർത്താവ് വരുമെന്ന് പറഞ്ഞാൽ എല്ലാവരും അത് കേൾക്കും. എന്നിട്ട് ആവേശം പിടിച്ചിട്ട് അവരെല്ലാവരോടും പറയും കർത്താവ് ഇന്ന ദിവസം വരും. എങ്ങനെ ഒരുങ്ങണമെന്നുള്ളതും എന്ത് ചെയ്യണമെന്നൊന്നും അവർക്കറിയത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഇവിടെ എഴുതി വെച്ചേക്കുന്ന വാക്കിങ്ങനെയാണ്, സത്യാത്മാവ് വരുമ്പോൾ നിങ്ങൾ സത്യത്തിൻ്റെ പൂർണ്ണതയിലേക്ക് നയിക്കും. അവൻ സ്വമേധ ആയിരിക്കില്ല സംസാരിക്കുന്നത്, അവൻ കേൾക്കുന്നത് മാത്രം സംസാരിക്കും. എന്നിട്ട് പറയുകയാണ്, വരാനിരിക്കുന്ന കാര്യങ്ങൾ അവൻ നിങ്ങളെ അറിയിക്കും. കണ്ടോ? വരാൻ പോകുന്ന കാര്യം നിങ്ങളെ അറിയിക്കും. അത് അറിയിക്കേണ്ട സമയത്ത് അറിയിച്ചോളും. വ്യക്തിപരമായ ഒരുക്കമാണ് രണ്ടാം വരവിന് ആദ്യം വേണ്ടത്. ഈ വ്യക്തിപരമായ ഒരുക്കത്തിൽ നിന്നാണ് സമൂഹത്തിൻ്റെ, കൂട്ടായ്മയുടെ ഒരുക്കത്തിലേക്ക് നമ്മൾ പോവുക. അല്ല എങ്കിൽ വ്യക്തിപരമായി ഒരുങ്ങാത്ത ഒരു വ്യക്തിക്ക് ഒരിക്കലും കർത്താവിൻ്റെ വരവിന് വേണ്ടി കാത്തിരിക്കാൻ പറ്റുകയില്ല. അപ്പോൾ കൂട്ടായ്മകൾ ഒരുങ്ങണം, പക്ഷെ ആദ്യം എന്ത് ചെയ്യണം? ഒരു വ്യക്തിപരമായിട്ട് കർത്താവിൻ്റെ വരവിന് വേണ്ടി, രണ്ടാമത്തെ വരവിന് വേണ്ടി, അന്ത്യകാലത്തിന് വേണ്ടി വ്യക്തിപരമായിട്ട് ഒരുങ്ങേണ്ടത് ആവശ്യമാണ്. അപ്പോൾ അവിടെ പറയുകയാണ്, അവിടെ വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്, വരാനിരിക്കുന്ന കാര്യങ്ങൾ അവൻ നിങ്ങളെ അറിയിക്കും. ഇനി ഹെബ്രായർക്കെഴുതിയ ലേഖനം 5-ാം അധ്യായം, അവിടെ വിശ്വാസത്യാഗത്തെക്കുറിച്ച് പറയുമ്പോൾ പറയുന്നൊരു വാക്കുണ്ട്. അതിൻ്റെ മൊത്തം വായിക്കുന്നില്ല, 11-ാം തിരുവചനം പോലെ നമ്മളൊന്ന് വായിച്ചു വരും. ഇതേക്കുറിച്ച് ഇനിയും ധാരാളം ഞങ്ങൾക്ക് പറയാനുണ്ട്. നിങ്ങൾ ഗ്രഹിക്കുന്നതിൽ പിന്നോക്കമായതുകൊണ്ട്, ആ വാക്ക് ശ്രദ്ധിച്ചോ, നിങ്ങൾ ഗ്രഹിക്കുന്നതിൽ പിന്നോക്കമായതുകൊണ്ട് അതെല്ലാം വിശദീകരിക്കുക വിഷമമാണ്. നമ്മൾ വിചാരിക്കും, എനിക്കെല്ലാം അറിയുന്ന ആളല്ലേ, ഞാൻ ഒരുപാട് ധ്യാനമൊക്കെ കൂടിയതല്ലേ, ഒരുപാട് വചന ശുശ്രൂഷകൾ ചെയ്യുന്ന ആളല്ലേ, ഒരുപാട് കാര്യം എനിക്കിതിനെക്കുറിച്ചൊക്കെ അറിയാം, പിന്നെ ഞാനിതിൽ പിന്നോക്കമെന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? പ്രിയമുള്ളവരെ, കർത്താവ് നോക്കുമ്പോൾ നമ്മൾ ചെയ്ത ശുശ്രൂഷകളുടെ എണ്ണമോ നീളമോ ആത്മീയ മേഖലയിലേക്ക് വന്ന വർഷമോ സാഹചര്യങ്ങളോ ഇതൊക്കെ അവിടെ നിൽക്കട്ടെ. കർത്താവ് നോക്കുന്നത് കർത്താവിൻ്റെ മനസ്സിന് ചേർന്ന രീതിയിൽ എത്രത്തോളം ഞാൻ ഇതിനു വേണ്ടി എന്നെ വിട്ടുകൊടുത്തു എന്നുള്ളതാണ്. അതുകൊണ്ട് അവിടെ എക്സ്പീരിയൻസ് ഒന്നും അല്ല പ്രധാനം. എക്സ്പീരിയൻസ് ഒക്കെ ആവശ്യമാണ്, പക്ഷേ കർത്താവിനെ സംബന്ധിച്ചോ നിങ്ങൾ എന്തിച്ചു നോക്കി, ഒരു ഡോക്ടറേറ്റ് എടുക്കാത്ത മീൻ പിടിച്ച് നടന്നവർ, ചുങ്ങ പിടിച്ച് നടന്നവർ, ഇവരൊക്കെയാണ് കർത്താവിന് ശിഷ്യന്മാരായിട്ട് മാറിയത്. അവരിൽ അപ്പസ്തോലന്മാരായിട്ട് മാറിയവരുണ്ട്. ഈ ശിഷ്യന്മാരെല്ലാം അപ്പസ്തോലന്മാരല്ല, 12 അപ്പസ്തോലന്മാരായിരുന്നു. അപ്പോൾ ശിഷ്യന്മാർ വേറെ കുറേ പേരുണ്ട്. അപ്പോൾ ഈ അപ്പസ്തോലന്മാർ ഒരു ബൈബിൾ കോളേജിലും പഠിച്ചില്ല, ഒരു ആത്മീയ പാഠങ്ങളൊന്നും തന്നെ അവർക്കില്ല. ഈശോ പറഞ്ഞ കാര്യമല്ലാതെ അവർക്കൊന്നും അറിയത്തില്ല. പിന്നെയാണ് അവർ പഴയ നിയമ ഗ്രന്ഥങ്ങൾ വായിക്കുന്നത് തന്നെ. പിന്നെ അത് അവർ മനസ്സിലാക്കാൻ തുടങ്ങി, കർത്താവ് പറഞ്ഞ കാര്യങ്ങളൊക്കെ വെച്ചും കൊണ്ട്. കാരണം സുവിശേഷത്തിൽ എല്ലാ കാര്യവും നമുക്ക് ആവശ്യമുള്ള കൂടുതൽ കാര്യങ്ങളുണ്ട്, എന്നാൽ ഒരുപാട് കാര്യം നമ്മൾ നോക്കുമ്പോൾ ഒരുപാട് മേഖലകളുണ്ട്. ഇപ്പോൾ പുസ്തകങ്ങളൊക്കെ പഠിക്കണം, യേശയ്യാ പ്രവാചന പുസ്തകമൊക്കെ നമ്മൾ കാണുന്ന അത്രയല്ല, അതിൽ കൂടുതലുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരുപാട് മേഖലകളുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവരതൊക്കെ പിന്നെ പഴയ നിയമം വായിച്ചു, ധ്യാനിച്ചു, പഠിക്കാൻ തുടങ്ങി. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ അവർക്കൊരു കാര്യം മനസ്സിലായി, അവരുടെ ജീവിതത്തിൽ കർത്താവിനെ കുറിച്ചൊന്ന് അറിയണം, മനസ്സിലാക്കണം. അവർ തങ്ങളുടെ
ബലഹീനതകൾ അവർക്കറിയാം. അക്ഷരത്തെക്കുറിച്ച് അറിയത്തില്ല, വാക്കുകൾ ഇപ്പോൾ കൂട്ടി വായിക്കാൻ പറ്റാത്തവരായിരിക്കാം. പക്ഷെ നമ്മളൊരു കാണുന്നൊരു കാര്യമുണ്ട്. യേശുവിന് ശേഷം അവർ അപ്പസ്തോലിക ശുശ്രൂഷ ചെയ്യുന്ന സമയങ്ങളിൽ അവരെഴുതിയ ലേഖനങ്ങൾ വായിക്കുമ്പോൾ എന്തുമാത്രം ജ്ഞാനമാണ് അവർക്കുള്ളത്, എന്തുമാത്രം കാര്യങ്ങളാണ് അവരിൽ നിന്ന് പുറത്തേക്ക് ബോധ്യപ്പെട്ടു വന്നത് നമുക്ക് കാണാൻ പറ്റും. കൂടുതൽ ലേഖനങ്ങളും പൗലോസ് അപ്പോസ്തലനാണ് എഴുതിയതെങ്കിലും നമ്മൾ കാണുന്നത് അങ്ങനെയാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു കാര്യം നമുക്കിതിൽ നിന്ന് വ്യക്തമാക്കുവാനായിട്ട് സാധിക്കും. അവിടെ പറയുകയാണ്, പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ വന്നു കഴിയുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ പ്രവർത്തിക്കുമ്പോൾ വരാനിരിക്കുന്ന കാര്യങ്ങൾ നമുക്ക് അറിവ് കിട്ടും. അതോടൊപ്പം തന്നെ നമുക്ക് പറഞ്ഞു തരുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. ഇനി 12-ാം തിരുവചനത്തിൽ പറഞ്ഞുകൊണ്ട് ഹെബ്രായർക്കെഴുതിയ ലേഖനം 5:12 പറയുകയാണ്, ഇതിനകം നിങ്ങളെല്ലാവരും പ്രബോധകരാകേണ്ടിയിരുന്നവരാണ്. കാരണം നിങ്ങൾക്ക് പ്രഥമ പാഠം പോലും അറിയത്തില്ല. അതുകൊണ്ട് എന്തു പറ്റും? നിങ്ങൾ പലപ്പോഴും നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ക്രിസ്തുവിനെ സമീപിച്ചെങ്കിലും ക്രിസ്തുവിൻ്റെ വചനത്തിൻ്റെ പ്രഥമ പാഠങ്ങൾ നമുക്ക് നഷ്ടപ്പെട്ടു പോയി. അത് നിങ്ങൾക്ക് അറിയണമെങ്കിൽ ഹെബ്രായർ 6:1 മുതൽ വായിച്ചാൽ മനസ്സിലാക്കാൻ പറ്റും. നമുക്കതൊക്കെ പിന്നെ ഒരു വിഷയമായിട്ടൊക്കെ പിന്നെ എടുക്കാം. അപ്പോൾ അവിടെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഇതെല്ലാം നമുക്ക് മനസ്സിലാക്കാനായിട്ട് പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കും. ഇനി ശിഷ്യന്മാർക്ക് മാത്രമാണ് ഈ രണ്ടാം വരവിനെക്കുറിച്ച് കൂടുതൽ വെളിപാടുകൾ കർത്താവ് താൻ ജീവിച്ച സമയത്ത് കൊടുത്തത്. എന്തുകൊണ്ടാണ് പൊതുജനത്തിന് കൊടുക്കാതെ വന്നു എന്നൊരു സംശയം ചിലപ്പോൾ വന്നേക്കാം. മത്തായി സുവിശേഷം 13-ാം അധ്യായം അവിടെ പറയുന്നത് ഇങ്ങനെയാണ്. ഉപമകളുടെ ഉദ്ദേശം എന്താണെന്ന് പറയുമ്പോൾ ഈശോ പറയുകയാണ്, 10-ാം തിരുവചനം അവിടെ പറയുന്നു, അപ്പോൾ ശിഷ്യന്മാർ അടുത്തെത്തി അവനോട് ചോദിച്ചു, നീ അവരോട് ഉപമകൾ വഴി സംസാരിക്കുന്നത് എന്തുകൊണ്ട്? ശിഷ്യന്മാർ വന്ന് ചോദിച്ചു. കാരണം കടുകുമണി, അതുപോലെ തന്നെ വയൽ, കിളികൾ, പക്ഷികൾ, മരങ്ങൾ, അത്തിവൃക്ഷം, ഇങ്ങനെ ഒരുപാട് ഉപമകൾ. അപ്പോൾ അതൊക്കെ ഇങ്ങനെ കേൾക്കുമ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്നും ഒരു ജനത ഉപമകൾ തേടി നടക്കുന്ന ഒരു ജനതയെ നമുക്ക് കാണാൻ പറ്റും. ഉപമ മതി അവർക്ക് സ്വർഗരാജ്യത്തിൻ്റെ രഹസ്യങ്ങൾ അറിയേണ്ട ആവശ്യമില്ല. നമ്മൾ ഈ ചിന്തിക്കുന്നതെല്ലാം സ്വർഗരാജ്യ രഹസ്യങ്ങൾ കൂടിയാണ്. ഉപമ കേട്ട് നമുക്കൊരു കാലഘട്ടം ആവശ്യമായിരുന്നു. കാരണം ഒരു കുഞ്ഞിനെ സ്കൂളിൽ അക്ഷരം പഠിപ്പിക്കാൻ നേരത്ത് ഈ എന്നൊക്കെ പഠിപ്പിക്കണമെങ്കിൽ അക്ഷരം എഴുതി കാണിച്ചു കൊടുത്തു. 1, 2, 3 എന്നുള്ള പഠിപ്പിക്കണമെങ്കിൽ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് സ്ലേറ്റിനകത്ത് 1ൻ്റെ ഒരു മണി, 2 എന്ന് കാണിക്കാൻ 2ൻ്റെ ഒരു മണി, 2 മണികളിടും, 3 എന്ന് കാണിക്കാൻ 3 മണികളിടും. അപ്പോൾ ഈ 2 മണികളും 3 മണികളോട് ചേരുമ്പോൾ 5 മണിയായി. അങ്ങനെയൊക്കെ പഠിപ്പിക്കും. നമുക്കിപ്പോഴത് അതും പഠിച്ചിരിക്കേണ്ട സമയമല്ല ഇത്. കാരണം നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, ഈശോ പറഞ്ഞ കാര്യങ്ങൾ, അപ്പോസ്തലന്മാർ പറഞ്ഞ കാര്യങ്ങൾ, 2000 വർഷം മുമ്പ് പറയപ്പെട്ട കാര്യങ്ങൾ ഇപ്പോഴും ഒരു ക്രിസ്ത്യാനിയായ നമുക്ക് അജ്ഞതയിലാണെങ്കിൽ, അല്ലെങ്കിൽ അതിൻ്റെ അജ്ഞത നമ്മിൽ കിടപ്പുണ്ടെങ്കിൽ നമ്മൾ അതിനു വേണ്ടി താല്പര്യമെടുക്കാത്തതാണ് കുഴപ്പം. ചിലർ വചനം കേട്ടിട്ട് പറയാറുണ്ട്, ഇതെനിക്കൊന്നും മനസ്സിലാക്കാൻ പറ്റുന്നില്ല. എന്താ കാര്യം? പലർക്കും പറ്റിയൊരു അബദ്ധം ഇവിടെയൊക്കെ ഉണ്ട്. ലോകത്തുള്ള എല്ലാ പുസ്തകവും അവർ വായിച്ചു, എല്ലാ പുസ്തകവും പഠിച്ചു, അതിനുശേഷം ബൈബിൾ പഠിച്ചു. അപ്പോൾ എന്തു പറ്റും? മറ്റു പുസ്തകങ്ങളും ബൈബിളും തമ്മിൽ താരതമ്യം ചെയ്തു നോക്കും. അവർ പരാജയപ്പെട്ടു പോകും. ഉപമകളെക്കുറിച്ചുള്ള കാര്യങ്ങൾ ഈശോ പറയുമ്പോൾ നിരവധി കാര്യങ്ങൾ നമ്മൾ പറഞ്ഞതുപോലെ കാക്കകളെക്കുറിച്ചും അല്ലെങ്കിൽ വൃക്ഷങ്ങളെക്കുറിച്ചൊക്കെ പറഞ്ഞു, വയലിനെ കുറിച്ചൊക്കെ പറഞ്ഞു. എന്നാൽ രഹസ്യത്തിലേക്ക് വരുമ്പോൾ നമ്മളൊരു കാര്യം കാണാൻ പറ്റുന്നത് അത് സ്വർഗരാജ്യത്തിൻ്റെ രഹസ്യങ്ങളാണ്. കർത്താവ് രണ്ടാം വരവിനെക്കുറിച്ചെല്ലാം പറഞ്ഞിരിക്കുന്ന ഒരു സ്ഥലം അല്ലെങ്കിൽ കാര്യം സ്വർഗരാജ്യത്തിൻ്റെ രഹസ്യങ്ങളിലാണ് അതെല്ലാം പറഞ്ഞിരിക്കുന്നത്. നമുക്കിനി ഒരു കഥകളുടെ ലോകം വിട്ട് അല്ലെങ്കിൽ ലോകത്തിൻ്റേതായ പല മേഖലകൾ വിട്ട് എന്ന് പറയുമ്പോൾ കെട്ടുകഥകൾ, തമാശകൾ, ഇപ്പം ക്ലാസ് എടുക്കുന്നതിൻ്റെ കൂട്ടത്തിൽ പല തമാശയും വന്നു, അതല്ല ഞാൻ പറഞ്ഞത്. ജനത്തെ രസിപ്പിക്കുക എന്നുള്ള മേഖല വിട്ട് ജനത്തെ സന്തോഷിപ്പിക്കുക എന്നുള്ള മേഖല, ഇതെല്ലാം വചനത്തിലേക്ക് ക്രിസ്തുവിലേക്ക് വരുമ്പോൾ ഈ സന്തോഷവും ആനന്ദവും എല്ലാം തനിയെ ഉണ്ടാകും. കാരണം ക്രിസ്തു അതാണല്ലോ. അപ്പോൾ ലോകത്തിൻ്റേതായ ഒരു അവസ്ഥയിൽ നിന്നും മാറി ആത്മീയ അവസ്ഥയിലേക്ക് നമ്മൾ കടന്നു വരിക. അപ്പോൾ ഉള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ സ്വർഗരാജ്യ രഹസ്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഈ കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിനെക്കുറിച്ച് പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തിയ എല്ലാ കാര്യങ്ങളും ദൈവരാജ്യ രഹസ്യത്തിലാണ്. ഞാൻ ആ വാക്ക് വായിക്കാം. മത്തായി സുവിശേഷം 13-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുകയാണ്. ഉപമകളുടെ ഉദ്ദേശത്തെക്കുറിച്ച് പറയുന്ന ആ ഭാഗത്ത് നമ്മൾ കണ്ടത് ഇങ്ങനെയാണ്. 11-ാം തിരുവചനം 10 മുതൽ വീണ്ടും ഒരിക്കൽ കൂടി ഒന്ന് വായിച്ചു പോകാം. അപ്പോൾ ശിഷ്യന്മാർ അടുത്തെത്തി അവനോട് ചോദിച്ചു, നീ അവരോട് ഉപമകൾ വഴി സംസാരിക്കുന്നത് എന്തുകൊണ്ട്? അവൻ പറഞ്ഞു,
സ്വർഗരാജ്യത്തിൻ്റെ രഹസ്യങ്ങൾ അറിയാനുള്ള വരം നിങ്ങൾക്കാണ് ലഭിച്ചിരിക്കുന്നത്, അവർക്കത് ലഭിച്ചിട്ടില്ല. അപ്പോൾ സ്വർഗരാജ്യത്തിൻ്റെ രഹസ്യങ്ങൾ അറിയാനുള്ളൊരു വരമുണ്ട്, സ്വർഗരാജ്യ രഹസ്യങ്ങൾ. അപ്പോൾ സ്വർഗരാജ്യത്തിൻ്റെ രഹസ്യങ്ങളിലേക്ക് നമ്മൾ വരുമ്പോഴാണ് യേശുക്രിസ്തുവിൻ്റെ ഒന്നാം വരവിൻ്റെ രഹസ്യങ്ങൾ. അപ്പോൾ നമ്മൾ ജപമാല ചൊല്ലുമ്പം ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചറിയാൻ പറ്റും, 20 രഹസ്യങ്ങളും എന്നാണ് പറയുന്നത്. ഓരോ രഹസ്യം, സന്തോഷത്തിൻ്റെ രഹസ്യം, പ്രകാശത്തിൻ്റെ രഹസ്യം, മഹിമയുടെ രഹസ്യം, ദുഃഖത്തിൻ്റെ രഹസ്യം. രഹസ്യം എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ സാധാരണ പറയുന്ന രഹസ്യമല്ല, ആ മേഖലയെക്കുറിച്ചുള്ള ദൈവികമായ ഒരു അറിവാണ്. അതിന് നമ്മൾ എന്ത് ചെയ്യണം? അത് ആഴത്തിൽ മനസ്സിലാക്കാൻ പരിശുദ്ധാത്മാവിലൂടെ നമുക്ക് സാധിക്കുകയുള്ളൂ. കർത്താവ് നമുക്ക് വെളിപ്പെടുത്തണം. എന്നാൽ നമ്മുടെ മനസ്സ് ആഗ്രഹിക്കുകയാണ്, എനിക്ക് ഇത്രയൊക്കെ കിട്ടിയാൽ മതി, ഇങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രം മനസ്സിലാക്കി പോയാൽ മതി. അതെന്താണെന്ന് ഞാൻ ബൈബിളിൽ നിന്നൊന്ന് വായിക്കാം. നേരത്തെ നമ്മൾ 2 തിമോത്തി 4-ാം അധ്യായത്തിൻ്റെ 1 മുതൽ വായിച്ചു കഴിഞ്ഞ എപ്പിസോഡിൽ. അതിനകത്ത് അവിടെ 3 മുതലുള്ള തിരുവചനം നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്. ജനങ്ങൾ ഉത്തമമായ പ്രബോധനത്തിൽ സഹിഷ്ണുത കാണിക്കാത്ത കാലം വരുന്നു. അപ്പോൾ ജനങ്ങൾ ശരിയായ പ്രബോധനത്തിൽ താല്പര്യം കാണിക്കാത്തൊരു കാലം വരുന്നു. ഇനി എന്താണ് നടക്കുക? കേൾവിക്ക് ഇമ്പമുള്ളവയെ, അപ്പോൾ കേട്ടിരിക്കാൻ രസമുള്ള കാര്യം അല്ലെങ്കിൽ സുഖമുള്ള കാര്യത്തിൽ കേൾവിക്ക് ഇമ്പമുള്ളവയിൽ ആവേശം കൊള്ളുകയാണ്. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ ബൈബിൾ വായിച്ചും തുടങ്ങി ഈ പറയുന്ന കാര്യങ്ങളിലൂടെ തന്നെ നമ്മൾ കടന്നു പോകും. നിങ്ങൾ ബൈബിൾ വായിച്ചു തുടങ്ങിക്കും. ബൈബിൾ വായിച്ചു തുടങ്ങുമ്പോൾ പിന്നെ ഒരു കാര്യമുള്ളത്, ഞാനതിടയ്ക്ക് സൂചിപ്പിക്കാൻ വിട്ടുപോയ കാര്യമാണ്. നിങ്ങളിപ്പോൾ ഇതിനകത്ത് ഈ പറഞ്ഞു പോകുന്ന കൊട്ടേഷൻസൊക്കെ വചനം എടുക്കുമ്പോൾ നിങ്ങൾ അവിടെ തന്നെ നിൽക്കരുത്. കാരണം പിന്നെ അടുത്ത് പറയുന്ന കാര്യങ്ങൾ കേൾക്കണം. ചിലപ്പോൾ നമ്മൾ ബൈബിൾ വായിച്ചു വരുമ്പോൾ ഒരു പ്രത്യേകത ഉള്ളത്, അടുത്ത വരികൾ നമുക്ക് പെട്ടെന്ന് ശ്രദ്ധിക്കപ്പെടും. അപ്പോൾ അതിലേക്ക് നമ്മുടെ ശ്രദ്ധ പോകും. അപ്പോൾ ഈ സന്ദേശത്തിൽ പറയുന്ന കാര്യം നിങ്ങൾക്ക് കേൾക്കാൻ പറ്റാതെ വരും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒരു കാര്യം എപ്പോഴും ശ്രദ്ധിക്കണം, അത് എഴുതി വെച്ച് പിന്നെ ധ്യാനിക്കുക. അതാണ് ഏറ്റവും നല്ലത്. കാര്യങ്ങൾ കേൾക്കുക, പിന്നെ അത് ധ്യാനിക്കുക. അപ്പോൾ കേൾവിക്ക് ഇമ്പമുള്ളവയിൽ ആവേശം കൊള്ളുന്ന മനുഷ്യരുണ്ട്. എന്ന് വെച്ചാൽ കേട്ടിരിക്കുമ്പോൾ നല്ല രസമാണ്. ഞാൻ ഓർക്കുന്നുണ്ട്, നമ്മുടെ സഭയുടെ ചരിത്രങ്ങളിൽ അല്ലെങ്കിൽ ആത്മീയ മേഖലകളുടെ ചില കാര്യം പറയുമ്പോൾ നമുക്ക് മുമ്പേയുള്ള വിശുദ്ധരുടെ ജീവിതത്തെക്കുറിച്ച് പഠിക്കുമ്പം ഒരു കാര്യം പിടികിട്ടും. വിശുദ്ധ ഡോമിനിക്ക്, വിശുദ്ധ ഫ്രാൻസിസ് അസീസി, അതുപോലെ വിശുദ്ധ പാദ്രിയെ പിയോ, അതുപോലെ തന്നെ വിശുദ്ധ ജോൺ മരിയ വിയാനി, ഇവരൊക്കെ സുവിശേഷം പ്രസംഗിച്ച് ദൈവാലയങ്ങളിൽ നിന്ന് സുവിശേഷം പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ ജനങ്ങൾ നിലവിളിക്കുമായിരുന്നു, കരയുമായിരുന്നു. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഒരു വികാരത്തിൽ നിന്ന് വന്ന കരച്ചിലല്ല. അവർ കേട്ട വചനപ്രകാരവും ക്രിസ്തുവിനെ കുറിച്ചും അവർ കേട്ടപ്പോൾ ഈശോ തങ്ങളെ സ്നേഹിക്കുന്നതിനെക്കുറിച്ചും കർത്താവ് തങ്ങളോട് കാണിക്കുന്ന കരുണയെക്കുറിച്ചും അവർ ബോധ്യപ്പെട്ടു. ആ കർത്താവിനെതിരെയാണല്ലോ ഞങ്ങൾ തെറ്റ് ചെയ്തു പോയത് എന്നുള്ള ബോധ്യം വന്നു. പാപത്തെക്കുറിച്ചുള്ള അനുതാപം അത് പരിശുദ്ധാത്മാവ് തരുന്നതാണ്. ഈ അനുതാപം കൊണ്ട് അവരെന്ത് ചെയ്തു? അവർ നിലവിളിച്ചു. അവർ ആ ഒരവസ്ഥയിൽ വീട്ടിലേക്ക് വരികയാണ്. വന്നിട്ട് എനിക്ക് തോന്നുന്നത് അവരിന്ന് പള്ളിയിൽ നിന്ന് ഇറങ്ങിയാൽ പോലും ആരോടും മിണ്ടത്തില്ല. കാരണം പരസ്പരം അവരുടെ ഉള്ളിൽ ഒരു ആത്മീയ ശക്തി നിൽക്കുക. കാരണം ഇനി ഇങ്ങനെ ജീവിച്ചാൽ പോരാ, എൻ്റെ ജീവിതത്തിന് മാറ്റം വേണം, ഈശോ ഞാൻ അറിഞ്ഞതുപോലെ അല്ല എന്ന് മനസ്സിലാക്കി അവർ വരികയാണ്. അപ്പോൾ അവർ ജീവിതത്തിൽ ക്രമീകരണം ഉണ്ടാക്കി. ക്ഷമിക്കാനുള്ളവർ ക്ഷമിച്ചു, മാനസാന്തരപ്പെടാനുള്ളവർ മാനസാന്തരപ്പെട്ടു, പാപങ്ങൾ ഉപേക്ഷിച്ചു. അതെല്ലാം കഴിഞ്ഞ് ഒരു പുതിയ ജീവിതത്തിലേക്ക് അവർ വരുന്നു. കുടുംബത്തിൽ സമാധാനം വരുന്നു. ഇന്ന് പലപ്പോഴും നമുക്ക് കാണാൻ പറ്റുന്നത് തിരിച്ചാ. കേൾവിക്ക് ഇമ്പമുള്ളവയിൽ ആവേശം കൊണ്ടിട്ട് ചില ആൾക്കാർ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, നമ്മുടെ ഇടവപ്പള്ളിയിലെ ധ്യാനം അത് ഒന്ന് കൂടേണ്ടത് തന്നെയായിരുന്നു. എന്താ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ പ്രസംഗിച്ച പ്രസംഗം കേട്ട് ഞാൻ ചിരിച്ചിരിച്ചൊരു പരുവായി. ഞാൻ എൻ്റെ വയറുളുക്കി, എൻ്റെ ശരീരം ഉളുക്കി. ഇപ്പോഴും അത് ഓർക്കും തോറും എനിക്ക് ചിരി വന്നുകൊണ്ടിരിക്കുക, എനിക്ക് അടക്കാൻ പറ്റുന്നില്ല. പക്ഷെ ഇവർ വീട്ടിനകത്ത് കയറി കഴിയുമ്പോൾ വീട്ടിലെ പഴയ സാഹചര്യം ഓർത്ത് ദുഃഖിക്കാൻ തുടങ്ങുന്നു. പള്ളി ഇരുന്നപ്പോൾ അവർ ചിരിച്ചു, ധ്യാനം കൂടിയപ്പോൾ ചിരിച്ചു, പക്ഷെ അവരെ പ്രശ്നങ്ങൾക്കൊരു പരിഹാരമുണ്ടായില്ല. അപ്പം കേൾവിക്ക് ഇമ്പമുള്ള കാര്യം കേട്ട് കഴിഞ്ഞാലോ കുഴപ്പം എന്താ? കേട്ടിരിക്കാൻ രസമാണ്, നല്ല രസമായിട്ട് തോന്നും, തമാശകളുണ്ട്, ചിരികളുണ്ട്. ഞാൻ പറയുന്നത് തമാശ പറയേണ്ടെന്നല്ല എൻ്റെ അർത്ഥം. ഈ ജനത്തെ ചിരിപ്പിക്കാൻ വേണ്ടി പറയുന്ന തമാശയും വചനത്തിലൂടെ കാര്യങ്ങൾ പറഞ്ഞു വരുമ്പോൾ ഉണ്ടാകുന്ന തമാശയും വ്യത്യാസമുണ്ട്.
എന്നാൽ ചിരിപ്പിക്കാൻ വേണ്ടി, ജനത്തെ കയ്യിലെടുക്കാൻ വേണ്ടി നമ്മൾ അങ്ങനെയൊക്കെയാണ്. അതൊക്കെ ഈ പ്രസംഗ പരിശീലന മേഖലകളിലും മനഃശാസ്ത്ര മേഖലകളിലും ഒക്കെ അതൊക്കെ ഉപയോഗിക്കുന്നവരുണ്ട്. പക്ഷെ ദൈവവചനത്തിലേക്ക് വരുമ്പോൾ വളരെ ഗൗരവമായിട്ട്, എന്ന് വെച്ചാൽ മസിൽ പിടിക്കണമെന്നോ വളരെ ഗൗരവമായിട്ട് സീരിയസ് ആയിട്ടിരിക്കണമെന്നല്ല അതിൻ്റെ അർത്ഥം. പിന്നെയോ വചനത്തിന് അതിൻ്റേതായ ഒരു ശക്തി കൊണ്ട്, ഒരു വിലയുണ്ട്. അത് നമ്മുടെ ജീവിതത്തിലേക്ക് ഇരുതല വാള് പോലെ കടന്നു വരേണ്ടതാണ്. അപ്പോൾ എഴുതി വെച്ചിരുന്ന ഭാഗം എന്താ? കേൾവിക്കിമ്പമുള്ളവയിൽ ആവേശം കൊള്ളുകയാൽ തങ്ങളുടെ ഇഷ്ടത്തിന് ചേർന്നവരെ അവർ അഭിരുചിക്ക് ചേർന്ന പ്രബോധകരെ വിളിച്ചു കൂട്ടും. അപ്പോൾ ഒരു ധ്യാനം ബുക്ക് ചെയ്യുമ്പോൾ തന്നെ ഇങ്ങനെ കേട്ടിരിക്കാൻ സുഖമുള്ള ധ്യാനമാണോ, തമാശയൊക്കെ പറയുമോ, ജനത്തെ പിടിച്ചിരുത്തുമോ? പ്രിയമുള്ളവരെ, യേശു ക്രിസ്തുവിലൂടെ അന്ന് ഈശോ പ്രസംഗിച്ചപ്പോൾ, അപ്പസ്തോലന്മാർ പ്രസംഗിച്ചപ്പോൾ, പത്രോസിന് ആദ്യത്തെ പ്രസംഗത്തിൽ തന്നെ 3000 പേര് മാനസാന്തരപ്പെട്ടു എന്ന് പറയുമ്പം അവിടെ ഏത് തമാശ പറഞ്ഞിട്ടാ, ഏത് ശാസ്ത്രം പറഞ്ഞിട്ടാ, ഏത് ദൈവശാസ്ത്രം ഉപയോഗിച്ചിട്ടാണ് അതൊക്കെ പ്രസംഗിച്ചത്? ഒന്നുമല്ല. വചനം ചെല്ലുന്നിടത്ത് പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കും. പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ച് ആ വ്യക്തിയെ രൂപാന്തരപ്പെടുത്തും. അത് ദൈവം ചെയ്യുന്ന കാര്യമാണ്. പക്ഷെ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണ്? കേൾക്കുന്നവരും പറയുന്നവരും ചെയ്യേണ്ട ഒരു കാര്യം, ഞാൻ ദൈവത്തിൻ്റെ വചനത്തെ ദൈവഹിത പ്രകാരം ഉപയോഗിക്കുന്നുണ്ടോ എന്ന് ചിന്തിക്കണം. ഇവിടെ പറയുകയാണ്, ചേർന്ന പ്രബോധകരെ വിളിച്ചു കൂട്ടും. ഇനി അടുത്ത വാക്കൂടെ പറയുകയാണ്, അവർ സത്യത്തിന് നേരെ ചെവിയടച്ച് കെട്ടുകഥകളിലേക്ക് ശ്രദ്ധ തിരിക്കും. ഇപ്പം രണ്ടാം വരവിനെ കുറിച്ച് എനിക്ക് കേൾക്കണ്ട, യേശുവിനെ കുറിച്ചൊന്നും അറിയേണ്ട ആവശ്യമില്ല. അപ്പോൾ ഒരു സ്ഥലത്തേക്ക് ആൾ കൂടുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണെന്നും കൂടി നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അപ്പം വചനത്തിൽ കർത്താവിനെ അറിയാനും കർത്താവിനെ അനുഭവിക്കാനുമാണോ, അതോ കുറച്ചു നേരത്തേക്ക് ഒരു സീരിയൽ കാണുന്ന ലാഘവത്തോടെ എൻ്റർടൈൻമെൻറ്റിൻ്റെ അവസ്ഥയിലാണോ എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഇവിടെ പറയുകയാണ്, സത്യത്തിനേറെ ചെവി അടച്ചു. എന്താണ് സത്യം? യോഹന്നാൻ പറയുന്നു അവിടുത്തെ വചനമാണ് സത്യം. അപ്പോൾ വചനത്തിന് നേരെ ചെവി അടച്ചിട്ട് എന്ത് ചെയ്യും? കെട്ടുകഥകളിലേക്ക് ശ്രദ്ധ തിരിക്കും. അതുകൊണ്ടാണ് പത്രോസ്ലീഹ പറഞ്ഞത്, കർത്താവിൻ്റെ വരവിനെക്കുറിച്ച് ഒരിക്കലും ഞാൻ നിങ്ങളോട് പറഞ്ഞത് ഒരു കെട്ടുകഥയല്ല എന്ന്, കൗശലപൂർവ്വം മെനഞ്ഞെടുത്ത കെട്ടുകഥയല്ലെന്ന് കഴിഞ്ഞ സന്ദേശത്തെ നമ്മൾ വായിച്ചു. അതിന് പറഞ്ഞതിൻ്റെ കാരണം അതാ. എന്നിട്ട് പറയുകയാണ്, നീ ആകട്ടെ എല്ലാ കാര്യങ്ങളും സമചിത്തത പാലിക്കുക. എന്ന് വെച്ചാൽ ഇങ്ങനെ അവസ്ഥ കാണുമ്പോൾ നിൻ്റെ തീക്ഷ്ണതയൊന്നും കുറഞ്ഞു പോകരുത്. നീ ഇനിയും കർത്താവിൻ്റെ വചനം പ്രഘോഷിക്കണം, കർത്താവിന് വേണ്ടി നിൽക്കണം. എന്നിട്ട് പറയുകയാണ്, കഷ്ടതകൾ സഹിക്കുകയും സുവിശേഷകൻ്റെ ജോലി ചെയ്യുകയും നിൻ്റെ ശുശ്രൂഷ നിർവഹിക്കുകയും ചെയ്യുക. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമുക്കൊരു തീരുമാനമെടുക്കണം. എന്താണെന്ന് വെച്ചാൽ, കർത്താവിൻ്റെ വരവ് ഉണ്ട് എന്ന് ഉറപ്പാണ്. അതിൻ്റെ സമയവും കാലവുമെല്ലാം കർത്താവ് നിശ്ചയിച്ച് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് അത് വൈകുന്നത് കൊണ്ട് ആരും വിഷമിക്കേണ്ട ആവശ്യമില്ല. അത് വൈകിയാലും അത് നടപ്പിലാകുന്ന കാര്യമാണ്, നടക്കുന്ന കാര്യമാണ്. കാരണം ഒരു മനുഷ്യൻ ജീവിച്ചിരിക്കുമ്പോൾ അവൻ ചിലപ്പോൾ ഇപ്പോഴത്തെ അവസ്ഥയിൽ അറ്റ്ലീസ്റ്റ് ഒരു 80 വയസ്സ് വരെയൊക്കെ ചിലപ്പോൾ പോയേക്കാം. ഏറിയാൽ 70 അല്ലെങ്കിൽ 80 എന്ന് പറഞ്ഞ കണക്ക് പോയേക്കാം. എന്നാൽ ഇതിനേക്കാളും അധികം വർഷങ്ങൾ നമുക്ക് ഇവിടെ വിട്ടു കഴിയുമ്പോൾ ചിലവഴിക്കാനുണ്ട്. അതെവിടെ ചിലവഴിക്കും എന്നുള്ളത് നമ്മൾ ഇനിയുള്ള ക്ലാസ്സുകളിൽ ചിന്തിക്കും, സന്ദേശങ്ങളിൽ ചിന്തിക്കും. അതുകൊണ്ട് നമുക്കൊരു തീരുമാനമെടുക്കാം. കർത്താവെ, അവിടുന്ന് വരും എന്നുള്ളത് തീർച്ചയാണ്. ആ ദിവസത്തെക്കുറിച്ചോ മണിക്കൂറിനെക്കുറിച്ചോ എനിക്കൊന്നും അറിയത്തില്ലെങ്കിലും ഞാൻ വിഷമിക്കുന്നില്ല. കാരണം അത് കർത്താവ് പദ്ധതി ഇട്ടിരിക്കുന്നതാണ്. എന്നാൽ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു, അധികം താമസിയാതെ തന്നെ കർത്താവിൻ്റെ വരവ് ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ സൂചന വെച്ച് നോക്കുമ്പോൾ അധികം വൈകാതെ തന്നെ ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതുകൊണ്ട് ആദിമസഭ ഒരുങ്ങിയതിനേക്കാളും അതിശക്തമായ രീതിയിൽ ഉണർവോടെ ഈ കാലഘട്ടങ്ങളിൽ നമ്മൾ ഒരുങ്ങേണ്ടവരാണ്. അതിനുവേണ്ടി നമുക്ക് ഒരുങ്ങാം. അതിനുള്ള മേഖലകളിലൂടെ നമുക്ക് കടന്നു പോകാൻ കർത്താവ് നമ്മളെ അനുവദിക്കട്ടെ. നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ കർത്താവേ, അങ്ങയുടെ ഭവനത്തിൽ ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കപ്പെട്ട ഭവനത്തെക്കുറിച്ച് ഞങ്ങൾ ചിന്തിക്കും. ആ ഭവനത്തിലേക്ക് എത്തിച്ചേരുവാൻ വേണ്ടി ഈശോ ഞങ്ങൾക്ക് നൽകിയ ബോധ്യങ്ങളെ ഓർത്ത് നന്ദി പറയുന്നു. യേശുക്രിസ്തുവിലൂടെ അവിടുത്തെ പക്കൽ എത്തിച്ചേരുവാനും സ്വർഗീയമായ അനുഭവത്തിലാകുവാനും ഇന്നു മുതൽ ഞങ്ങൾ കുറച്ചും കൂടെ തീക്ഷ്ണതയിൽ ഒരുങ്ങുകയാണ്. ഞങ്ങളുടെ ജീവിതം അങ്ങേക്ക് ഹിതകരമായ രീതിയിൽ സദാ ജാഗരൂകരായിരിക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു.
പരിശുദ്ധാത്മാവെ, അങ്ങേക്കെല്ലാം അറിയാമല്ലോ. അവിടുന്ന് കൃത്യമായി കാലാകാലങ്ങളിൽ അവിടുത്തെ പ്രിയപ്പെട്ടവർക്ക് അതെല്ലാം വെളിപ്പെടുത്തുന്നതിനായിട്ട് നന്ദി പറയുന്നു. ആ വെളിപ്പെടുത്തലിനെ ഓർത്ത് നന്ദി പറയുന്നു. പരിശുദ്ധ അമ്മേ, ഞങ്ങളെ സഹായിക്കണമേ. മിഖാൽ, ഗബ്രിയേൽ, റഫേൽ ദൂതന്മാരെ ഞങ്ങളെ സഹായിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.